തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 22.5 കിലോമീറ്റർ തെക്ക് കിഴക്ക് നെയ്യാറിന്റെ തീരത്തുള്ള പ്രകൃതി രമണീയമായ ഗ്രാമമാണ് അരുവിപ്പുറം. ഒരിറ്റു ചോര പൊടിയാതെ, ഒരു വീട് എറുമ്പിനും വരുത്താതെ, ഒരു വാക്കിനാൽ ആരെയും നോവിക്കാതെ ലോകത്തിന് പകർന്ന ഒരു സാമൂഹിക വിപ്ലവം. അതായിരുന്നു 137 വർഷം മുമ്പ് ശിവരാത്രി ദിനത്തിൽ നെയ്യാറിന്റെ കരയിൽ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ ശിവലിംഗ പ്രതിഷ്ഠ. ശങ്കരൻ കുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത ശില തീരത്തെ പാറയിൽ പ്രതിഷ്ഠിച്ചപ്പോൾ തകർന്നു വീണത് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ കൊത്തളങ്ങളാണ്. ഉദിച്ചുയർന്നത് തലമുറകളായി ചവിട്ടിത്തേക്കപ്പെട്ട സമൂഹങ്ങളുടെ ആത്മാഭിമാനം മാത്രമല്ല, കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ തുടക്കവും കൂടിയാണ്. കേവലം 33 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് പാരമ്പര്യ പ്രതിഷ്ഠാ രീതികളെ തീർത്തും തള്ളിക്കളഞ്ഞ് ഗുരുദേവൻ വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്ന കാര്യവും നമ്മൾ ഓർക്കണം. അന്നുവരെ നിലനിന്നിരുന്ന അനാചാരപരമായ ആചരണത്തെ പിഴുതെറിഞ്ഞ് ശ്രീനാരായണ ഗുരുദേവൻ ആ ക്ഷേത്രഭിത്തിയിൽ എഴുതി, ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാമിത്. മരുത്വാമലയിലെ തപസ്സിനു ശേഷം സമൂഹ നന്മയെ ലക്ഷ്യം വെച്ച് ഇറങ്ങി വന്ന ഗുരുദേവൻ അരുവിപ്പുറം തന്റെ പ്രവർത്തനത്തിന് ആരംഭ കേന്ദ്രമായി കണ്ടു. ഗുരുദേവൻ അരുവിപ്പുറത്ത് ഉപയോഗിച്ചിരുന്ന മുറി ഇന്ന് ഗുരുക്ഷേത്രമായി സംരക്ഷിച്ചു പോരുന്നു. ഗുരുവിന്റെ സാന്നിധ്യം നമുക്കവിടെ അനുഭവിക്കാൻ സാധിക്കുന്നു. SNDP യോഗത്തിന് രൂപം കൊടുത്ത പ്ലാവിൻ ചുവട്, അരുവിപ്പുറത്തെ ശാന്തി ചെയ്യാൻ മഹാഗുരു കണ്ടെത്തിയ ഭൈരവൻ ശാന്തികളുടെ സമാധി മണ്ഡപം, അരുവിപ്പുറം ക്ഷേത്രത്തിന് തൊട്ടുമുകളിലായി മഹാഗുരുവിന്റെ തപസ്സിന് വേദിയായി മാറിയ കൊടിതൂക്കി മലയും, മുകളിൽ ഗുരു തപസ്സിനായി ഇരിക്കാറുണ്ടായിരുന്ന ആ ഗുഹയും നമുക്ക് കാണാൻ, ഗുരുവിന്റെ കർമ്മ കേന്ദ്രത്തിന്റെ ആരംഭമായ അരുവിപ്പുറത്ത് എത്തിച്ചേരാൻ, അത്യാനന്ദത്തിന്റെ നെറുകയിൽ നിന്ന് മഹാഗുരുവിന്റെ അനുഗ്രഹം ആവോളം ഏറ്റുവാങ്ങുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ.